ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ MA സോഷ്യോളജി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സയൻസ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ് ഇന്ത്യൻ സെനാരിയോ റിസപ്ഷൻ ഓഫ് മോഡേൺ സയൻസ് ഇൻ ഇന്ത്യ. ആധുനിക ശാസ്ത്രത്തിൻ്റെ സ്വീകാര്യത ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചറും സയൻസിനെ കുറിച്ചാണ് പറയുന്നത്. ജാതി, വർഗം, ലിംഗഭേദം എന്നിവയൊക്കെ ചരിത്രപരമായിട്ട് ഇന്ത്യയിലെ ശാസ്ത്ര വിദ്യാഭ്യാസ ലഭ്യതയെ പരിമിതപ്പെടുത്തിയിരുന്നു. കൊളോണിയൽ വിദ്യാഭ്യാസം പ്രധാനമായിട്ടും സമൂഹത്തിലെ ഉപരിവർഗത്തിന്, അതായത് ഇപ്പോൾ ഒരു എലൈറ്റിന് മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നു. സ്വാതന്ത്ര്യാനന്തരം SC ST OBC സംവരണം തത്വങ്ങളിലൂടെ ശാസ്ത്ര വിദ്യാഭ്യാസം ജനാധിപത്യവൽക്കരിക്കാൻ ശ്രമിച്ചു. SSA രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ, ദേശീയ വിദ്യാഭ്യാസ നയം 2020, അതായത് NEP 2020 ഇതൊക്കെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു ഉൾക്കൊള്ളലിനായിട്ട് നടപ്പിലാക്കി. എങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഗ്രാമീണ അല്ലെങ്കിൽ നഗര വിടവ് STEM മേഖലയിൽ, STEM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ്, ടെക്നോളജി അങ്ങനെയുള്ള മേഖലയിലൊക്കെ ലിംഗവിവേചനം, സാമ്പത്തിക പരിമിതികൾ എന്നിവ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ജാതിയും ശാസ്ത്ര വിദ്യാഭ്യാസം. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് ഉന്നത ശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ നിന്ന് ദീർഘകാലം ഒഴിവാക്കപ്പെട്ടു. സംവരണ നയങ്ങൾ ചില വിടവുകൾ നികത്തിയെങ്കിലും ഗ്രാമീണ മേഖലയിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഗുണനിലവാരക്കുറവ്, ഡിജിറ്റൽ വിഭവങ്ങളുടെ അഭാവം, സാമൂഹിക സാമ്പത്തിക തടസ്സങ്ങൾ ഇതൊക്കെ കാരണം STEM മേഖലകളിലെ ഘടനാപരമായിട്ടുള്ള അസമത്വങ്ങൾ തുടരുന്നുണ്ടായിരുന്നു. ജെൻഡർ ഡിസ്പാരിറ്റീസ്, അതായത് ലിംഗവിവേചനം ഈ STEM മേഖലയിൽ. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ലിംഗവിവേചനം നിലനിൽക്കുന്നുണ്ട്. പരിമിതമായിട്ടുള്ള ഗവേഷണ ഫണ്ട്, സാമൂഹ്യ പ്രതീക്ഷകൾ, തൊഴിൽ സ്ഥലങ്ങളിലെ വിവേചനം ഇതൊക്കെ വനിതാ ശാസ്ത്രജ്ഞന്മാർ നേരിടുന്ന വെല്ലുവിളികളാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വുമൺ ഇൻ സയൻസ് പ്രോഗ്രാമുകളും സ്കോളർഷിപ്പുകളും കൂടുതൽ സ്ത്രീകളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. റൂറൽ അർബൻ ഡിവൈഡ്. ഈ നഗരങ്ങളിൽ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ഗവേഷണ സ്ഥാപനങ്ങളും ഉള്ളപ്പോൾ ഗ്രാമീണ വിദ്യാർത്ഥികൾക്ക് ലബോറട്ടറി സൗകര്യങ്ങളും മെൻറ്റർഷിപ്പൊക്കെ കുറവാണ്. പിന്നെ ഡിജിറ്റൽ ഇന്ത്യ, അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ എന്നിവ ഈ വിടവ് നികത്താനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ. ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ മറികടന്ന് വന്ന ശാസ്ത്രജ്ഞന്മാരാണ് രഘുനാഥ് ആനന്ദ് മാഷയാൽക്കർ, പോളിമർ കെമിസ്ട്രിയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനായിരുന്നു. പിന്നെ ഒരാളാണ് മേഘാനന്ദ് സാഹ അയണൈസേഷൻ സമവാക്യം വികസിപ്പിച്ചൊരു ഭൗതിക ശാസ്ത്രജ്ഞനാണ്. ഈ ഗവൺമെൻറ് ഒരുപാട് ഇൻ്റർവെൻഷൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ സഹായകരമായിട്ട് ഒരുപാട് സർക്കാർ പദ്ധതികളുണ്ട്. ഒന്നാണ് ഇൻസ്പയർ പ്രോഗ്രാം, ശാസ്ത്രീയ ഗവേഷണങ്ങളിലേക്കും യുവപ്രതിഭകളെ ആകർഷിക്കുന്നതിനുള്ള ഫെലോഷിപ്പും മെൻറ്റർഷിപ്പും. രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ്. ഗ്രാമീണ സ്കൂൾ വിദ്യാർത്ഥികളിൽ പ്രായോഗിക പഠനത്തിലൂടെ ശാസ്ത്രീയ കൗതുകം വളർത്തുക എന്നുള്ളതാണ്. മറ്റൊന്ന് NSTEDB, ശാസ്ത്ര സംരംഭകർക്കും യുവശാസ്ത്രജ്ഞർക്കും സാമ്പത്തിക പിന്തുണയും പരിശീലനം നൽകുക. അഡൽ ഇന്നൊവേഷൻ മിഷൻ, നീതി ആയോഗിന് കീഴിൽ സ്കൂളുകളിൽ അഡൽട്ട് തിങ്കറിംഗ് ലാബ്സ് സ്ഥാപിക്കുക. ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ്, ഗ്രാമീണ മേഖലകളിൽ ഓൺലൈൻ വിദ്യാഭ്യാസവും വെർച്വൽ ലാബുകളും ലഭ്യമാക്കുക. വുമൺ സയൻറ്റിസ്റ്റ് സ്കീം, DST വഴി വനിതാ ശാസ്ത്രജ്ഞർക്ക് ഗവേഷണ ഫെലോഷിപ്പുകൾ നൽകുക. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഗ്രാൻഡ് ആൻഡ് ടാക്സ് ഇൻസെൻറ്റീവ്സ്, സ്വകാര്യ മേഖലയിലെ R&D നിക്ഷേപങ്ങൾ, റിസർച്ച് ഡെവലപ്മെൻറ്റ് വർദ്ധിപ്പിക്കാൻ സാമ്പത്തിക സഹായവും നികുതി ഇളവുകളും നൽകൽ. ഇതിൻ്റെ ഈ പദ്ധതിയൊക്കെ നടത്തിപ്പിലുള്ള ചാലഞ്ചസ് എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിലെ വിവരമില്ലായ്മ, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, ബ്യൂറോക്രാറ്റിക് കാലതാമസം, അക്കാദമിക് വ്യവസായ ബന്ധങ്ങളുടെ കുറവ് ഇതൊക്കെ ഒരു ചലഞ്ചാണ്. അതുപോലെ ഗവേഷണ ഫണ്ടുകൾ പ്രമുഖ എലൈറ്റ് സ്ഥാപനങ്ങളിൽ മാത്രമായിട്ട് കേന്ദ്രീകരിക്കപ്പെടുന്നത് ഈ ചെറിയ യൂണിവേഴ്സിറ്റികൾ, അതായത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫണ്ടുകളും പലതരത്തിലുള്ള ഫണ്ടുകളൊക്കെ വരുമ്പോൾ അത് വലിയ പേരുകെട്ട സർവകലാശാലകളിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്നു എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അത് ചെറിയ സർവകലാശാലകളെ ബാധിക്കും. ഇതിനാണ് ഭാവിയിലേക്കുള്ള സ്ട്രാറ്റജീസ്. Tier 2, Tier 3 നഗരങ്ങളിൽ ഗവേഷണ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. യൂണിവേഴ്സിറ്റികളും വ്യവസായ സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുക. ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ, ഡിജിറ്റൽ ലേണിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. പൊതു സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക. സ്ത്രീകളും SC ST വിഭാഗക്കാർ ഉൾപ്പെടെയുള്ള മുൻഗണന നൽകുന്ന വിശാലമായിട്ടുള്ള നയങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതൊക്കെയാണ്. മറ്റൊന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ബ്രെയിൻ ഡ്രെയിൻ. ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, മെഡിക്കൽ വിദഗ്ധർ തുടങ്ങിയിട്ടുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള വ്യക്തികൾ, മികച്ച ഗവേഷണ സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യ, ഉയർന്ന ശമ്പളം ഇതൊക്കെ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന പ്രക്രിയ.
ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ വിദേശത്തേക്ക് പഠിക്കാനും മറ്റൊക്കെ പോകുന്നത്. ആ ഒരു പ്രക്രിയക്കാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയാം. ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ, രാജ്യത്തെ വികസന മേഖലകളിൽ വിദഗ്ധരുടെ കുറവുണ്ടാവും. ലിമിറ്റഡ് ഇന്നൊവേഷൻ, ബഹിരാകാശ ഗവേഷണം, ആരോഗ്യം, AI പ്രതിരോധ സാങ്കേതിക വിദ്യ എന്നിവയിലെ പുരോഗതി മന്ദഗതിയിലാവും. എക്കണോമിക് കോസ്റ്റ്, വിദ്യാഭ്യാസത്തിന് സർക്കാർ ചെലവഴിച്ച സബ്സിഡികളുടെ ലാഭം വിദേശ സമ്പദ് വ്യവസ്ഥകൾക്ക് ലഭിക്കുന്നത് രാജ്യത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ എക്സ്പെർട്ടൈസ്, തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിന് പകരം വിദേശ സാങ്കേതിക വിദ്യകളെയും കൺസൾട്ടന്റുമാരെയും ആശ്രയിക്കേണ്ടി വരുന്നു. ഈ ഒരു ഈ ബ്രെയിൻ ഡ്രെയിന് കാരണമാകുന്ന ഘടകങ്ങൾ ഒന്ന് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ കുറവ്, വിദേശത്തുള്ള മികച്ച കരിയർ സാധ്യതകൾ, ഇപ്പോൾ ഉയർന്ന ശമ്പളം, ആഗോള നെറ്റ്വർക്കുകളൊക്കെ അവർക്ക് IIT, എയിംസ്, IIC ബിരുദധാരികളൊക്കെ അങ്ങനെയുള്ള വിദേശത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. അക്കാദമിക വ്യവസായ സഹകരണത്തിൻ്റെ കുറവ്, പ്രായോഗിക ഗവേഷണങ്ങൾക്കും ഫെലോഷിപ്പുകൾക്കുള്ള പരിമിതികൾ, പിന്നെ ജീവിത നിലവാരം, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ, വർക്ക് ലൈഫ് ബാലൻസ്, മികച്ച സുരക്ഷിതത്വം ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇതിൻ്റെ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ്, ബയോടെക്നോളജി, AI ഗവേഷണം എന്നിവയിൽ ഇന്ത്യയുടെ ആഗോള മത്സരശേഷി കുറയുന്നു. സ്വകാര്യ മേഖലയ്ക്ക് മികച്ച തദ്ദേശീയ വിദഗ്ധരെ ലഭിക്കാതെ വരുന്നു. പിന്നെ ഇത് തടയാനുള്ള ഈ ഒരു ബ്രെയിൻ ഡ്രെയിൻ തടയാനുള്ള പ്രധാന മാർഗ്ഗങ്ങൾ പ്രൈം മിനിസ്റ്റർ റിസർച്ച് ഫെലോഷിപ്പ്, PhD വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഫെലോഷിപ്പ് നൽകി ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ആഭ്യന്തര സംരംഭകത്വം, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, ഇതിലൂടെയൊക്കെ അവസരങ്ങൾ സൃഷ്ടിക്കുക. തിരിച്ചുവരവ് സ്കീം, രാമാനുജൻ ഫെലോഷിപ്പ്, രാമലിംഗ സ്വാമി റീ എൻട്രി ഫെലോഷിപ്പ്, ഇതിങ്ങനെ വഴി സാമ്പത്തിക ഗ്രാൻറ്റുകൾ നൽകി അവരൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള സ്കീമുകൾ ഉണ്ടാക്കുക. പബ്ലിക് പ്രൈവറ്റ് റിസർച്ച് കൊളാബറേഷൻ, കൂടുതൽ മികച്ച തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക. ഈസി ഓഫ് ഡൂയിങ് റിസർച്ച്, റെഡ് ടാപ്പിസും ബ്യൂറോക്രാറ്റിക് നടപടികളൊക്കെ കുറക്കുക. ബ്രെയിൻ ഗെയിൻ, ദ റിവേഴ്സ് ട്രെൻഡ്, അതായത് ഈ വിദേശത്തുള്ള വിദഗ്ധരായ ശാസ്ത്രജ്ഞരും പ്രൊഫഷണലുകളും സ്വന്തം രാജ്യത്തേക്ക് സാങ്കേതിക വികസനത്തിന് സംഭാവന നൽകാനായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്ന പ്രവണതയാണ് ബ്രെയിൻ ഗെയിൻ. ഇതിന് പ്രധാനമായിട്ടും സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികളുണ്ട്, ഘടകങ്ങളുണ്ട്. ഒന്ന് സർക്കാർ പദ്ധതികൾ, രാമാനുജൻ ഫെലോഷിപ്പ്, വൈബ് സമ്മിറ്റ്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ പ്രോഗ്രാമൊക്കെ അതുപോലെ ഈ ഗവേഷണ ആവാസ വ്യവസ്ഥയുടെ വളർച്ച, IIT, IIC, ISRO, എയിംസ്, ഇതിലൊക്കെ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളും ലബോറട്ടറികളും വർദ്ധിച്ചത്. സ്വകാര്യ മേഖലയിൽ അവസരങ്ങൾ വന്നു, TCS, ഇൻഫോസിസ്, ബൈക്കോൺ തുടങ്ങിയിട്ടുള്ള ഇതിലൊക്കെ. പിന്നെ ദേശീയ അഭിമാനമായിട്ടുള്ള ചന്ദ്രയാൻ, ഗഗയാൻ, COVID-19 വാക്സിൻ വികസനം, ഇതിലൊക്കെ ഉണ്ടായ വിജയം ആളുകളെ തിരിച്ചെത്താൻ പ്രേരിപ്പിച്ചു. പിന്നെ ഈ ബ്രെയിൻ ഗെയിൻ്റെ ആഘാതങ്ങൾ ഒന്ന്, വർദ്ധിച്ച ഗവേഷണ ഉൽപ്പാദനം, അതായത് ബയോടെക്നോളജി, AI ബഹിരാകാശ സാങ്കേതിക വിദ്യ, പുനരുപയോഗ ഊർജ്ജം എന്നിവയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള പേറ്റന്റുകളും പ്രബന്ധങ്ങളും വർദ്ധിച്ചു. ആഗോള സഹകരണം, വിദേശ ബന്ധങ്ങൾ ഉപയോഗിച്ച് ആഗോള പ്രൊജക്റ്റുകളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. പിന്നെ ഈ നവീകരണം, സംരംഭകത്വം, ഫാർമസ്യൂട്ടിക്കൽ, ക്ലീൻ എനർജി, AI മേഖലകളിലെ പുതിയ സ്റ്റാർട്ടപ്പുകളുടെ ആവിർഭാവം, ഹൈടെക് വ്യവസായ വികസനം, DRDO, ISRO, എയിംസ്, ഇതിൻ്റെയൊക്കെ സഹായത്തോടെ പ്രതിരോധ ആരോഗ്യ സാങ്കേതിക വിദ്യകളിൽ പുരോഗതി. പിന്നെ ഇതിൻ്റെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് തിരിച്ചെത്തുന്നവർക്ക് ദീർഘകാല കരിയർ വളർച്ചയും സുസ്ഥിര ഫണ്ടിങ്ങും നടപ്പാക്കുക, റെഡ് ടാപ്സും ഭരണപരമായിട്ടുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുക, സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള, റിസ്ക് എടുക്കാനുള്ള ഗവേഷണ സംസ്കാരം രൂപീകരിക്കുക, PPP നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക. മറ്റൊന്ന് സയൻസ് പോളിസി, നെഹ്റു വ്യൂ, അതായത് ശാസ്ത്ര നയത്തിൽ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റു ആണ് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക നയങ്ങൾക്ക് തറക്കല്ലിട്ടത്. ശാസ്ത്രീയ ഗവേഷണങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും സാമ്പത്തിക സാമൂഹിക വികസനത്തിനും രാഷ്ട്ര നിർമ്മാണത്തിനും അത്യാവശ്യമാണെന്ന് നെഹ്റു വിശ്വസിച്ചു. നെഹ്റു പ്രധാന ശാസ്ത്രീയ സ്ഥാപനങ്ങൾ, പ്രധാനമായിട്ടും നെഹ്റുവിൻ്റെ കാലത്തുണ്ടായ IIT, ISI, AIC, CSIR, എയിംസ്, ടിഫർ, NIT, IARI ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ പഞ്ചവത്സര പദ്ധതികൾ, വ്യവസായിക ഗവേഷണം, പ്രതിരോധ സാങ്കേതിക വിദ്യ, ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ കാർഷിക ഗവേഷണം എന്നിവയ്ക്കായിട്ട് ഫണ്ട് വകയിരുത്തി. പബ്ലിക് സെക്ടറിലുള്ള ഡോമിനൻസ്, 1962 ഇൻകോസ്പ്രാർ രൂപീകരിച്ചു. പിന്നീട് അത് ISRO ആയി മാറി. ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥാപിച്ചു. ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്റ്റീൽ, വൈദ്യുതി മേഖലകളിൽ പൊതുമേഖലാ മുൻകൈകളിൽ ഊന്നി പ്രവർത്തിച്ചു. ഈ നെഹ്റുവിയൻ പോളിസിയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആളുകളുടെ ഒരു ശാസ്ത്രീയ മനോഭാവം അന്ധവിശ്വാസങ്ങൾക്കും പരമ്പരാഗത അനാചാരങ്ങൾക്കും പകരം യുക്തി ചോദ്യം ചെയ്യാനും പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ വ്യാവസായിക വളർച്ചയും സ്വയം പര്യാപ്തയും, ഹാലി, ബെൽ, സെയിൽ തുടങ്ങിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വ്യവസായ അടിത്തറ ശക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധ, IIT, IIC, എയിംസ്, കാർഷിക യൂണിവേഴ്സിറ്റികൾ എന്നിവ വഴി മികച്ച തൊഴിൽ വ്യൂഹത്തെ സൃഷ്ടിച്ചു. ഇതിനൊരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഒന്ന്, അമിതമായിട്ടുള്ള സർക്കാർ നിയന്ത്രണം, സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കുറഞ്ഞത് വാണിജ്യപരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെ ബാധിച്ചു. ബ്യൂറോക്രാറ്റിക് തടസ്സങ്ങൾ,
വ്യവസായ അക്കാദമിക് ബന്ധങ്ങളുടെ അഭാവം, അതായത് പ്രായോഗിക ഗവേഷണങ്ങളുടെ കുറവും സാങ്കേതിക വിദ്യകളുടെ കയറ്റുമതിയില്ലായ്മ, പുതിയ സാങ്കേതിക വിദ്യകളോടുള്ള വിദ്യകളുടെ അവഗണന, ഈ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക് അങ്ങനെയുള്ള ഇനമായിട്ടുണ്ട്. പിന്നെ പോസ്റ്റ് നെഹ്റുവിയൻ റിഫോംസ്, നെഹ്റുവിന് ശേഷം 1991 സാമ്പത്തിക ഉദാരവൽക്കരണം സ്വകാര്യ മേഖലയെ ഗവേഷണങ്ങളിൽ പങ്കാളികളാക്കി. IT, ബയോടെക്നോളജി വിപ്ലവം, സോഫ്റ്റ്വെയർ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയിൽ ഇന്ത്യ മുൻപന്തിയിലെത്തി. ബഹിരാകാശ വികസനം, ISRO കൂടുതൽ വളർന്നു. ചന്ദ്രയാൻ, മംഗൾയാൻ ദൗത്യങ്ങൾ വിജയകരമായിട്ട് പൂർത്തിയാക്കി. അതുപോലെ സയൻറ്റിഫിക് ലബോറട്ടറി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രധാനമായിട്ടും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു. CSIR, ISRO, ബാർക്ക്, എയിംസ്, NIT, ICS ഒക്കെ. കേരളത്തിൽ VSCC, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, അതുപോലെ SCTM, ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി, ഇതൊക്കെ ഇന്ത്യയിൽ വന്ന കേരളത്തിൽ വന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ജസ്റ്റ് ഇതിൻ്റെ സമ്മറിയുടെ നോക്കുക. താങ്ക് യു.